സൂപ്പർ താരം നെയ്മർ മൊറോക്കോയ്ക്കെതിരെ കളിക്കില്ല. ശാരീരിക ക്ഷമത പൂർണ്ണമായും വീണ്ടെടുക്കാത്ത 34-കാരൻ അടുത്ത മത്സരമാകുമ്പോഴേക്കും തിരിച്ചെത്തും. എന്തായാലും ആരാധകർക്ക് ഇത് വലിയ നിരാശയാണ് നൽകുന്നത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുന്നേറ്റക്കാരൻ ദേശീയ ടീമിൽ ഉൾപ്പെട്ടത്. എന്നാൽ ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിന് കാലിന് പരിക്കുപറ്റി. 4ാം ലോകകപ്പാണ് ഇത്തവണ. ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ്. കാനറി കുപ്പായത്തിൽ 128 കളിയിൽ 79 ഗോളുണ്ട്. പരിക്കിനെ തുടർന്ന് റോഡ്രിഗോ, ഏദർ മിലിറ്റാവോ, എസ്തേവായോ, വെസ്ലി എന്നീ താരങ്ങളെ ബ്രസീലിന് നഷ്ടമായിട്ടുണ്ട്. പരിക്കിന്റെ പിടിയിൽ അകപ്പെട്ട സൂപ്പർ താരം നെയ്മർ മൊറോക്കോയുമായുള്ള ആദ്യ മത്സരത്തിൽ കളിച്ചേക്കില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് പരിശീലകൻ കാർലോ അഞ്ചലോട്ടി. കാലിനേറ്റ തുടർച്ചയായ പരിക്കാണ് അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് നെയ്മറിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ വൈകിപ്പിക്കുന്നത്. അടുത്ത മത്സരങ്ങളിൽ പരിക്ക് ഭേദമാക്കി നെയ്മർ തിരിച്ചു വരുമെന്ന് പരിശീലകൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മൊറോക്കോയുമായുള്ള ആദ്യ മത്സരത്തിൽ നെയ്മറിന്റെ അസാന്നിധ്യം ബ്രസീൽ ആരാധകരിൽ നിരാശയുണ്ടാക്കുന്നുണ്ട്. പരിക്ക് ഭേദമാകാനുള്ള ശ്രമങ്ങൾ നെയ്മറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് കാർലോ അഞ്ചലോട്ടി അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കഴിവ് മാത്രമല്ല, ടീമിലെ യുവ കളിക്കാർക്ക് നൽകാൻ കഴിയുന്ന അനുഭവ സമ്പത്തും മാതൃകയും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വലതുകാലിനേറ്റ പരിക്കിനെ തുടർന്ന് നെയ്മർ 2023 ശേഷം ബ്രസീൽ ടീമിൽ കളിച്ചിട്ടില്ല. മെയ് മാസത്തിന്റെ പകുതിയോടെ വലതുകാലിനേറ്റ പരിക്കാണ് നെയ്മറിന് മത്സരത്തിൽ വില്ലനായി മാറിയത്. പരിക്കിന്റെ ആശങ്കകൾക്കിടയിലും അദ്ദേഹത്തെ ബ്രസീൽ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. ടൂർണമെന്റിന് മുമ്പ് അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാൻ കഴിയുമെന്ന് പരിശീലക സംഘം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനിയും വൈകുമെന്നാണ് കരുതുന്നത്. ഈ ടൂർണമെന്റിലെ പ്രധാനിയായി ബ്രസീൽ തുടരുമ്പോൾ നെയ്മറിന്റെ അഭാവവും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഗ്രൗണ്ടിൽ നഷ്ടപ്പെടുന്നത് വലിയ തിരിച്ചടിയാണ്. തിരിച്ചുവരവിനെക്കുറിച്ച് പോസിറ്റീവായ പ്രതികരണമാണ് പരിശീലകൻ കാർലോ അഞ്ചലോട്ടി നൽകുന്നത്. അടുത്ത ആഴ്ച മുതൽ അദ്ദേഹം പരിശീലനത്തിന് എത്തുമെന്നാണ് കരുതുന്നത്. ജൂൺ 19 ഹെയ്തിക്കെതിരായ ബ്രസീലിന്റെ 2ാം ഗ്രൂപ്പ് സി മത്സരത്തിൽ നെയ്മർ കളിച്ചേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നെയ്മറുടെ അഭാവം തങ്ങളുടെ തന്ത്രങ്ങളെ ബാധിക്കില്ലെന്ന് മൊറോക്കോ കോച്ച് മുഹമ്മദ് ഔഹാബി വ്യക്തമാക്കുകയും ചെയ്തു. നെയ്മർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള ബ്രസീൽ ടീമിനെ നേരിടാൻ ഞങ്ങൾ സജ്ജരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾക്കെതിരെ കളിക്കാൻ സാധിക്കാത്തതിൽ നിരാശയുണ്ടെന്ന് മൊറോക്കൻ ക്യാപ്റ്റനും PSG താരവുമായ അഷ്റഫ് ഹക്കിമി പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ബ്രസീൽ ആരാധകർക്ക് തന്നെ വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വലിയ കാര്യമാണ് നെയ്മറിന്റെ ഈ അഭാവം. അദ്ദേഹത്തിന്റെ കാലിന്റെ പരിക്ക് എത്രയും പെട്ടെന്ന് സുഖമായി തിരിച്ചു വരാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്.